അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് കീറിയിട്ട് ആ പഴുപ്പെടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പഴുപ്പെടുത്ത് കളഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ ചെയ്യേണ്ട റിസ്ക് ആണ്, കാരണം ഭയങ്കര ബ്ലീഡിങ് വരിക, അപ്പോൾ അത് ഇങ്ങനെ തുന്നി പിടിപ്പിക്കാൻ പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ വർഷം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷമായപ്പോൾ അങ്ങനെ കാലുമ നീര് വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ, അപ്പം എനിക്ക് ആകെ പേടിയായി, കാരണം ഇനി തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യും, അപ്പം ഇനി കാലിൻ്റെ മുകളിലേക്ക് അത് പടരുമെന്ന് വിചാരിച്ച് ആകെ പേടിച്ചു. എന്നിട്ട് ഞാൻ ഡോക്ടറിനെ ബുക്ക് ചെയ്തു, ഡോക്ടറെ കാണിക്കാന്ന് വെച്ചിട്ട് ബുക്ക് ചെയ്തു. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കുടിച്ചിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കാലുമ ഒരു ചെറിയൊരു നീര് പോലും ഇല്ല, ആകെ വറ്റി വരണ്ട് കിടക്കുക. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നീര് മാറിയപ്പോൾ ഞാനത് വീണ്ടും സെൻഡ് ചെയ്ത് അത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയപ്പോൾ രണ്ട് ഫോട്ടോ തമ്മിൽ വ്യത്യാസം നോക്കിയപ്പോൾ എൻ്റെ ഈ നീരൊക്കെ വറ്റി ഒരു കുഴപ്പമില്ലാത്ത കാല് പോലെ അയക്കാം. പിന്നെ ഇതുവരെ ഏറ്റവും എത്ര വർഷം കഴിഞ്ഞിട്ട് എനിക്ക് നീര് ഇതുവരെ വന്നിട്ടില്ല.